ബഹുഭാഷാ പണ്ഡിതനും മലയാള ഭാഷയ്ക്ക് വ്യാകരണവും നിഘണ്ടുവും ഉൾപ്പെടെ നിരവധി വിലപ്പെട്ട സംഭാവനകൾ നൽകിയ മഹാനുമായ ജർമ്മൻ മിഷണറി ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടിന്റെ 212ാം ജന്മദിനാചരണവും മാതൃഭാഷാ പോഷക സന്നദ്ധ സമിതി അധ്യക്ഷൻ റവറൻ ഡോക്ടർ തോമസ് മൂലിൽ ഗുണ്ടട്ടിനെ കുറിച്ച് രചിച്ച മഹാനായ മലയാളിയും മഹത്തായ വലിയ പടാരംഭവും എന്ന കൃതിയുടെ പ്രകാശനവും പാലാ അൽഫോൺസ കോളേജിൽ നടന്നു. അൽഫോൺസ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ മുൻ ചീഫ് സെക്രട്ടറിയും കേരള സർക്കാരിന്റെ ഭാഷാ മാർഗനിർദ്ദേശക വിദഗ്ധ സമിതി അധ്യക്ഷനുമായ ഡോക്ടർ ജോയ് വാഴിൽ IAS ഗുണ്ടട്ട് അനുസ്മരണ പ്രഭാഷണവും പുസ്തക പ്രകാശനവും നിർവഹിച്ചു. അതായത് ഈ തെലുങ്ക് ആന്ധ്രക്കാരൻ അവിടെ കപ്പലിലുണ്ടായിരുന്നു. തെലുങ്ക് ഭാഷ അവിടെ ഇരുന്ന് പഠിച്ചു കപ്പലിലിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഈ 1-2 ഇന്ത്യൻ ഭാഷകളിൽ പ്രാഗൽഭ്യവുമായിട്ടാണ് ഇവിടെ വന്ന് 22ാമത്തെ വയസ്സിൽ ഇറങ്ങുന്നത്. മൊത്തം ഇദ്ദേഹം ജീവിതത്തിൽ 18 ഭാഷകളിൽ പ്രാവീണ്യം ഇദ്ദേഹത്തിനുണ്ടായിരുന്നാണ് പറയുന്നത്. അത് ശരിയുമാണ്. ഇന്ത്യൻ ഭാഷകൾ തന്നെ ഈ സൗത്ത് ഇന്ത്യൻ ഭാഷകൾ തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദി, ബംഗാളി, മലയാളം ഇങ്ങനെ എല്ലാ ഭാഷകളും അദ്ദേഹം പഠിച്ചിരുന്നു. ഇന്ത്യൻ ഭാഷകൾ തന്നെ. പിന്നെ മറ്റ് പല ഭാഷകളൊക്കെ ആയിട്ട് ഇത്രമാത്രം ഭാഷകൾ പ്രാവീണ്യം നേടിയ ഒരു ഭാഷാ ശാസ്ത്രജ്ഞനായിരുന്നു ഈ ഗുണ്ടട്ട്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് മദ്രാസിൽ ഇറങ്ങി അവിടുന്ന് കുറേ കഴിഞ്ഞ് തിരുവനന്തപുരത്ത് സ്വാതിരുന്നാൾ മഹാരാജാവ്, അന്നത്തെ മഹാരാജാവിനെ കാണാൻ വന്നപ്പോൾ രാജാവുമായിട്ട് ആ കൊട്ടാരത്തിൽ വെച്ചായിരിക്കണം ആദ്യമായിട്ട് മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷ കേട്ടത്. തുടർന്ന് അദ്ദേഹം മിഷനറി പ്രവർത്തനത്തിനായിട്ട് തലശ്ശേരിയിൽ പോയി അവിടെ താമസമാക്കിയിട്ടുണ്ടായി. അത് ഈ കേരളം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ പൂന്തോപ്പാണ് എന്ന് പറയുന്നത്. ഗാർഡൻ ഓഫ് ഗോഡ് എന്നാണ് ഈ കേരളത്തിനെ വിളിച്ചത്. ഇത്ര മനോഹരമായൊരു ഭൂവിഭാഗം അദ്ദേഹത്തിനെ വളരെയധികം ആകർഷിച്ച് കാണും. ഏതായാലും ഈ ഗുണ്ടട്ടിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് മലയാളികൾ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹം ഒരു 10-12 ഭാഷയിലെങ്കിലും പ്രാവീണ്യം ഉണ്ടായിട്ടാണ് ഇവിടെ ഈ ഇന്ത്യയിൽ വന്നപ്പോൾ തന്നെ ആ പ്രായത്തിൽ തന്നെ ഒരു 10-12 ഭാഷകളിൽ പ്രാവീണ്യം നേടിയ വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം ജീവിതം ഒഴിഞ്ഞു വെച്ചത് മലയാള ഭാഷയ്ക്ക് വേണ്ടിയാണ്. മുൻ വിവരാവകാശ കമ്മീഷണറും എഴുത്തുകാരനുമായ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി പുസ്തകം ഏറ്റുവാങ്ങുകയും പരിചയപ്പെടുത്തുകയും ചെയ്തു. മഹാനായ മലയാളിയും മഹത്തായ വലിയ പാഠാരംഭവും. അപ്പോൾ ജർമ്മൻകാരനായ ഹെർമൻ ഗുണ്ടർട്ടിനെയാണ് നമ്മളിപ്പോൾ മഹാനായ മലയാളി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് നമ്മൾ വിശേഷിപ്പിച്ചതല്ല. മലയാളത്തിൽ ആദ്യമായിട്ട് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ എന്ന് പറയുന്ന പഴയ തലമുറയിലെ ഒരു വലിയ എഴുത്തുകാരനാണ് ഹെർമൻ ഗുണ്ടർട്ടിനെ മഹാനായ മലയാളി എന്ന് ആദ്യം വിശേഷിപ്പിച്ചത്. വാസ്തവത്തിൽ ഇവിടെ ജോയ് സാറിൻ്റെ പ്രഭാഷണം കേട്ടപ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെട്ട് കാണും, അദ്ദേഹം മഹാനായ ഒരു മലയാളി തന്നെയാണ് എന്ന്. മാത്രമല്ല, കൊച്ചുമകൻ തൻ്റെ മുത്തച്ഛൻ ഒരു മലയാളിയാണ് എന്ന് പറയത്തക്ക വിധത്തിൽ നമ്മുടെ മലയാളത്തോടും മലയാള ദേശത്തോടും, അദ്ദേഹം മലയാള രാജ്യം എന്നാണ് വിളിക്കുന്നത്, മലയാള ദേശത്തോടും താതാത്മ്യം പ്രാപിച്ച മഹാനായ ഒരു പ്രതിഭാശാലി. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കെന്നും ആഹ്ലാദദായകമാണ്, നമ്മളെ എന്നും പ്രചോദിപ്പിക്കുന്ന ഒരു വസ്തുതയുമാണ്. മഹാത്മാഗാന്ധി സ്കൂൾ ഓഫ് ലിറ്ററേച്ചർ പ്രൊഫസർ ഡോക്ടർ ജോസ് കെ മാനുവൽ, ഡോക്ടർ തോമസ് മൂലിൽ എന്നിവർ പ്രസംഗിച്ചു.